ഇങ്ങോട്ട് നോക്ക്. തുടരുത്. നല്ല ലക്ഷണമൊത്ത വിഗ്രഹം, ചതുർബാഹുവായ ദേവി. ഇതെങ്ങനെയാ ഇവിടെ വന്നത്? അറിയില്ല. കണ്ട സ്ഥിതിക്ക് അഭിഷേകം ചെയ്ത് പൂജ നടത്തണം. പൗർണമി ക്ഷേത്രത്തിലെ മേൽശാന്തിയല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് തന്നെ പൂജ ചെയ്യാമല്ലോ. ആവാം. പുഷ്പങ്ങളും പൂജാദ്രവ്യങ്ങളും ഞാൻ കൊണ്ടുവരാം. അഭിഷേകം ചെയ്യാനുള്ള ജലം നിങ്ങൾ കൊണ്ടുവരണം. 101 കുടം. അതിനു മുമ്പ് ഇവിടം വൃത്തിയാക്കണം. ശരി തിരുമേനി. മുത്തശ്ശി. ആരാ? മുത്തശ്ശി, ഞങ്ങക്ക് 101 കുടം വെള്ളം വേണമായിരുന്നു. 101 കുടം വെള്ളോ? അതെ മുത്തശ്ശി, ഞങ്ങൾ അതുവഴി നടന്നു പോകുമ്പോ അവിടെ ഒരു വിഗ്രഹം കണ്ടു. വിഗ്രഹമോ? എന്നിട്ട്? അപ്പൊ അവിടെ ഒരു തിരുമേനി വന്നു. പൗർണമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണത്രേ. അഭിഷേകവും പൂജയൊക്കെ ചെയ്യണത്രേ. പൂജകളും പൂജയ്ക്കുള്ള സാധനങ്ങളും കൊണ്ടുവരാൻ പോയിരിക്കുവാ തിരുമേനി. അഭിഷേകം ചെയ്യാനുള്ള വെള്ളം ഞങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഈ വീട് അന്വേഷിച്ച് ഞങ്ങള് എത്ര ദൂരം നടന്നു എന്നറിയോ? അരമണിക്കൂറിൽ കൂടുതലായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. വിഷമത്തോടെ തിരിച്ചു പോകാൻ നോക്കുമ്പോഴാ ഈ വീട് കണ്ടത്. നിങ്ങൾ എവിടുന്നാ വന്നത്? ടൗണിൽ നിന്നാ മുത്തശ്ശി. എങ്ങോട്ടാ പോകുന്നത്? ചോറ്റാനിക്കര അമ്പലത്തിലേക്ക്. ചോറ്റാനിക്കര അമ്പലത്തിലേക്കോ? എന്നെയും കൂടെ കൊണ്ടുപോവോ? എന്റെ വലിയ ആഗ്രഹം. മുത്തശ്ശി, അത് എനിക്ക് മക്കള് 3 ആൺമക്കള്. കൂട്ടും കുടുംബവും ഒക്കെ ആയപ്പോ 3 പേരും പട്ടണത്തിലേക്ക് മാറി. പെറ്റ തള്ളയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുള്ള ചിന്തയൊന്നും അവർക്ക് തീരെയില്ല. ബന്ധുക്കളൊക്കെ ഉണ്ട്, സ്വന്തമായി വണ്ടിയൊക്കെ ഉള്ളവര്. എന്നെ ഒന്ന് ചോറ്റാനിക്കര കൊണ്ടുപോകുന്നു ചോദിച്ചാ ഹേയ് കേട്ട ഭാവം കാണിക്കില്ല. ഒറ്റയ്ക്ക് പോവാനുള്ള ധൈര്യം എനിക്കില്ല. സൂക്കേടുകാരിയല്ലേ. ചുഴലി വന്ന് വഴിയിലെങ്ങാനും വീണു പോയാ പിന്നെ ആരാ ചുമന്നിവിടെ എത്തിക്ക? എന്നെ കൂടെ കൊണ്ടുപോവോ കുട്ടികളെ? അത് മുത്തശ്ശി. മനസ്സില്ല അല്ലേ? വേണ്ട, എനിക്ക് ആരുടെ സഹായം വേണ്ട. എന്നെ കാണാനേ ചോറ്റാനിക്കര ദേവി ഇവിടെ വരും. ഈശ്വര കാര്യത്തിന് വെള്ളം എടുക്കാൻ വന്നവരല്ലേ, അതുകൊണ്ട് ആട്ടിപ്പായ്ക്കുന്നില്ല. തിരുമേനി പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. അഭിഷേകം പൂർത്തിയാക്കിയിട്ട് വേണോ അത്രേ പൂജ തുടങ്ങാൻ. വെള്ളം അന്വേഷിച്ച് എത്ര ദൂരം നടന്നു എന്നറിയോ? ഭാഗ്യത്തിനാ ഈ വീട് കണ്ടത്. ചോറ്റാനിക്കര ദേവിയുടെ ഭക്തയാ ഇവിടുത്തെ മുത്തശ്ശി. പക്ഷെ സ്വന്തം മക്കള് പോലും അവരെ കൊണ്ടുപോയിട്ടില്ല. ബന്ധുക്കളോട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അത്ര. അത് പറഞ്ഞ് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. മുത്തശ്ശിക്ക് അവിടെ പോയി ദേവിയെ കാണാൻ കഴിയാത്തതുകൊണ്ട് മുത്തശ്ശിയെ കാണാൻ ദേവി ഇവിടെ വരുമെന്നാ മുത്തശ്ശി പറയുന്നത്. ദേവി ഇവിടെ വന്നാലും അവർക്ക് കാണാൻ കഴിയില്ല. ചിലപ്പോൾ ദേവി ഇവിടെ വന്നിട്ടുണ്ടാവും, അവരത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതെങ്ങനെ? നല്ല കാലത്ത് ആർക്കും അവരൊരു ഉപകാരവും ചെയ്തിട്ടില്ല. മരുമക്കളെ അടിമകളെ പോലെ കണക്കാക്കി. അതുകൊണ്ടാണ് മക്കൾ വേറെ താമസം തുടങ്ങിയത്.